ഹലോ, എല്ലാവർക്കും സുഖമാണോ? എല്ലായിടത്തും കാറ്റും മഴയൊക്കെ എങ്ങനെയുണ്ട്? കുറേ ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയൊക്കെ കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണല്ലോ. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി അവധി, ഇടുക്കി ജില്ലയ്ക്ക്. പക്ഷെ രാവിലെ എണീറ്റപ്പം പറഞ്ഞതുപോലെ വലിയ ശക്തമായ കാറ്റോ മഴയോ ഒന്നും ഉണ്ടായില്ല. രാത്രിയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സോളാർ വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. കാരണം വെള്ളത്തിന് ചൂടൊന്നുമില്ല. വെളിച്ചമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് മുകളിലേക്ക് കയറി അങ്ങനെ ഒരു ബക്കറ്റും തുണിയൊക്കെ ആയിട്ട് പോവുകയാണ് സോളാർ ക്ലീൻ ചെയ്യാനായിട്ട്. പക്ഷെ സ്റ്റെയർ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇതെന്താ ഭാർഗവീ നിലയോ? ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ടെറസിലേക്ക് ഒന്ന് കയറണമെങ്കിൽ എന്തുമാത്രം പണി ചെയ്താലാണ്. ജൂൺ ആദ്യം ഞാനിത് വെട്ടിക്കളഞ്ഞതായിരുന്നു. 1 മാസമായില്ല അതിന് മുമ്പ്. ഇതേണ്ടേ 1 മാസം കഴിഞ്ഞിട്ടോ, 1.5 മാസം. പക്ഷെ 1.5 മാസം കൊണ്ട് വളർന്നൊരു വളർച്ചയെ, മണിമുല്ലേ വല്ലാത്ത വളർച്ചയെ. എന്തായാലും ഞാൻ വെട്ട് തുടങ്ങി. വെട്ടി ആ എൻട്രൻസിൻ്റെ അവിടെ മാത്രം വെട്ടാമെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ ടെറസിൽ കയറി കഴിഞ്ഞപ്പോൾ വെട്ടാതെ വേറെ നിവൃത്തിയില്ല. കംപ്ലീറ്റ് ടെറസിലോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് എന്തായാലും ഞാൻ വെട്ടി തുടങ്ങി, കംപ്ലീറ്റ് വെട്ടി. അതിൻ്റെ കൂടെ ഫെൽസുകൂട്ടിനിടയ്ക്ക് നിന്ന് സഹായിക്കാൻ വന്നു. പക്ഷേ 2 വെട്ടോടുകൂടി കത്രിക പിടിക്കാനുള്ള പുള്ളിക്ക് ശക്തിയില്ലെന്ന് മനസ്സിലായി. പുള്ളി പതുക്കെ വന്ന പണിയിലേക്ക് പോയി. അതായത് സോളാർ ക്ലീൻ ചെയ്യാനുള്ള പണി. അല്ലെങ്കിൽ ചിലപ്പോൾ അത് നിന്ന് പോകും. ഈ കാലാവസ്ഥ ശരിക്കും മനസ്സിലാവുന്നേ ഇല്ല. ചിലപ്പോൾ നോക്കുമ്പോൾ ഇരുണ്ട് മൂടി വരും. കുറച്ച് കഴിയുമ്പോഴത്തേനും കട്ട വെയിൽ. എന്നാലും മഴയത്തും വെയിലത്തും നിന്ന് ഞങ്ങളത് കംപ്ലീറ്റ് വെട്ടിത്തീർത്തു. അത്യാവശ്യം ശക്തമായ മഴയായാലും ഈ പന്തലിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ നനയല്ല കേട്ടോ. അങ്ങനെ പണിയൊക്കെ തീർത്തു. ഇനി ആ ഒരു മാസത്തേക്ക് റെസ്റ്റ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ വരണം വെട്ടാനായിട്ട്. വെട്ടുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും മക്കളെ, നവംബറിൽ അതൊന്ന് പൂത്ത് കഴിയുമ്പോൾ കാണണം, മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ ഇരിക്കും. മണിമുല്ല പൂത്തതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. സോളാർ ക്ലീനിങ് കഴിഞ്ഞ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം വരെ ഞാൻ സൂര്യനെ കണ്ടിട്ടില്ല. എവിടെ പോയാവും. പണി കഴിഞ്ഞപ്പം കുളിക്കാൻ പരുവത്തിനായി. അപ്പം പിന്നെ ചെറിയൊരു ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്തേക്കാന്ന് വിചാരിച്ചു. മുടി നന്നായി കൊഴിയുന്നതുകൊണ്ട് ഞാനൊരു റോസ്മെരി വാട്ടർ വാങ്ങിച്ചതായിരുന്നേ. ഞാനത് 3 to 4 ടൈംസ് ഞാനത് ആഴ്ചയിൽ ഉപയോഗിക്കാറുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ. നമുക്ക് ഹെയർ വാഷ് ചെയ്തതിന് ശേഷവും ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പും നമുക്കത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നല്ലൊരു സ്മെല്ലാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ബ്രാൻഡ് ഭൂമിക വേദിക്സിൻ്റെ ആണ് കേട്ടോ. ഇവരുടെ ഓയിൽ എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസമായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഞാനത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിരുന്നു തോന്നിയത്. ഇപ്പം എൻ്റെ മുടി പൊഴിയാൻ മെയിൻ കാരണം എൻ്റെ ഉറക്കം ശരിയാവുന്നില്ല. ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉറങ്ങുന്നത്. ഇത് കണ്ടു പേടിക്കേണ്ട. രഞ്ജുമാരുടെ തൈരും കാപ്പിപ്പൊടിയും കൂടെ കൂടിയ മാസ്ക് ഉണ്ടല്ലോ, അതാണ്. ബാക്കി വന്നപ്പോൾ കയ്യിലും കൂടി ഇട്ടോന്നേ ഉള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പം ഒരു സിറം, ഒരു മോയ്സ്ചറൈസർ, പിന്നെ വാസലിൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത പോക്ക് സ്റ്റിച്ചിങ്ങിലേക്കാണ് കേട്ടോ. കുറച്ചധികം ഈ മാസം അവസാനത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ ലോങ് വീഡിയോസ് ഒന്നും അധികം ഇടാറില്ല. കാരണം എനിക്കതെല്ലാം എടുക്കാനും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. എൻ്റെ ഷോർട്സൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.